ഹലോ ഗൈസ്, ഇത് നമ്മുടെ പർപ്പിൾ ബെറി ഡ്രാഗൺ ബിഗീർ കിടക്കുന്ന ഒരു ടാങ്കാണ്. ടാങ്കിലെ ആൽഗെ ഭയങ്കര ഓവർ ആയതുകൊണ്ട് ഫിഷുകൾക്കൊന്നും നീന്താൻ പറ്റാതെ അതിന്റെ ഇടയിൽ കുടുങ്ങി ഡെഡായി പോകുന്നതായിട്ട് കണ്ടു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ആൽഗയൊക്കെ ഇവിടുന്ന് ക്ലിയർ ചെയ്യാനായിട്ട് പോകണേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിൽ കാണുന്ന കുഞ്ഞുങ്ങളെല്ലാത്തിനെയും പിടിച്ചു മാറ്റാനായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ആൽഗെ ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ ആൽഗെ എടുത്ത് കളയുകയല്ല, ഈ ആൽഗെ വെച്ചിട്ട് നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്. അതെന്താണ് ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് പറയാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ ബ്രൂട്ട് സ്റ്റോക്കിനെയൊക്കെ പിടിച്ച് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 1-2 പാരൻസ് ഒക്കെ അതിൽ ഡെഡായി കിടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഫീമെയിലിന് ഡിസീസ് ഉണ്ട് കേട്ടോ, ഒരു വൈറ്റ് സ്പോട്ട് ഡിസീസ് ഉണ്ട്. അത് ഏകദേശം തീരുമാനമാവാറായിട്ടുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ പിടിച്ച് മാറ്റാനായിട്ട് ഇതുവരെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ടോ, അതിലേക്ക് നമ്മൾ കണ്ടീഷൻ ചെയ്ത വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻ ചെയ്ത വെള്ളത്തിലേക്കാണ് നമ്മൾ എല്ലാവരും പിടിച്ച് മാറ്റിയിടുന്നത്. ഡയറക്റ്റ് വെള്ളം നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. സാധാരണ നമ്മൾ അങ്ങനെ കണ്ടീഷൻ ചെയ്ത വെള്ളം യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇവിടെ യൂസ് ചെയ്ത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ കാണുന്ന ഫിഷുകൾക്കൊക്കെ ചെറിയൊരു അത്ര ആക്റ്റീവ് അല്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വാട്ടർ ചേഞ്ചോ അങ്ങനെ വാട്ടറിലെ എന്തെങ്കിലും ഒരു ഘടന പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം കണ്ടീഷൻ ചെയ്ത വെള്ളം തന്നെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബ്രൂട്ട് സ്റ്റോക്കിനെയൊക്കെ ആദ്യം തന്നെ പിടിച്ചു മാറ്റിയാണ്. കുറച്ച് മിനിറ്റുകളുടെ കഠിനാധ്വാനം കൊണ്ട് നമ്മൾ എല്ലാ കുഞ്ഞുങ്ങളെയും പിടിച്ചു മാറ്റിയിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 200-നും 300-നും ഇടയിൽ കൗണ്ട് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആൽഗെ വെച്ചിട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ആൽഗെ വെച്ചിട്ടാണ് ഞാനിവിടെ ഡാഫ്നിയയുടെ കൾച്ചർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡാഫ്നിയ കൾച്ചർ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഈസ്റ്റോ അങ്ങനെ വേറെ ഒന്നും തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഈ ഇങ്ങനെ കിട്ടുന്ന ആൽഗകൾ മാത്രമാണ് അവർക്ക് കൊടുക്കുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു കൾച്ചർ നമുക്ക് അതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.